ഇന്ന് അനേകം കുടുംബങ്ങളിൽ വിവാഹം കഴിക്കാതിരിക്കുന്ന അല്ലെങ്കിൽ വിവാഹം വേണ്ട എന്ന് പറയുന്ന ചില മക്കളുണ്ട്. അവരെയൊക്കെ ഓർത്ത് അവരുടെ മാതാപിതാക്കൾ ഒത്തിരി വേദനിക്കാറുണ്ട്. കാരണം എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ മക്കൾക്ക് ഒരു കുടുംബം ഉണ്ടാകണമെന്ന്. അപ്പോൾ ഈ മക്കൾ എന്തുകൊണ്ടാണ് വിവാഹം വേണ്ട എന്ന് പറയുന്നത്? അവർ വിവാഹം വേണ്ട എന്ന് പറയാനുള്ള ഒരു കാരണം എന്താണെന്നറിയാമോ? അവർ പറയാണ് ഉള്ള സ്വാതന്ത്ര്യം പോകും. ഇപ്പോൾ അനുഭവിക്കുന്ന ഈ സന്തോഷവും സമാധാനവും ഇതെല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് ഉള്ള സമാധാനം സന്തോഷം കളയാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പറയാണ് ഞങ്ങൾക്ക് വിവാഹം വേണ്ട, വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്വാതന്ത്ര്യം പോകും. ഇവിടെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഏത് സ്വാതന്ത്ര്യമാണ് പോകുന്നത്? ഈ ലോകത്തിൻ്റെ ലൗകികമായിട്ട് ജീവിക്കേണ്ട ഒരു സ്വാതന്ത്ര്യമാണോ, അതെയോ ദൈവം ആഗ്രഹിക്കുന്ന നിൻ്റെ ജീവിതത്തിന് അനുഗ്രഹമാകുന്ന വിധത്തിൽ ജീവിക്കേണ്ട ഒരു സ്വാതന്ത്ര്യമാണോ നഷ്ടപ്പെടുന്നത്? യെസ്, വിവാഹം കഴിക്കുമ്പോൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്, അത് നഷ്ടപ്പെടും. അതേത് സ്വാതന്ത്ര്യമാണ്? നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് തോന്നുന്ന പോലെ ജീവിക്കാൻ വേണ്ടുന്ന ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ആരും നമ്മളെ കൺട്രോൾ ചെയ്യാനില്ല, ആരും നമ്മളോട് ചോദിക്കാനില്ല, ആർക്കും ഒരു കണക്ക് കൊടുക്കണ്ട, ആർക്കും വേണ്ടി ജീവിക്കണ്ട, നമുക്ക് വേണ്ടിയും ആരും ജീവിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യം അത് നഷ്ടപ്പെടും. പക്ഷേ അങ്ങനെയുള്ള ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നത് ഒരു അനുഗ്രഹമാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ തോന്നിയ പോലെ ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് പാപത്തിലേക്കും അശുദ്ധിയിലേക്കും നയിക്കപ്പെട്ടേക്കാം. എല്ലാവരുടെയും കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ചിലർ വിവാഹം കഴിക്കാതിരിക്കുന്നത് ഏകസ്ഥ ജീവിതം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. ആ ഏകസ്ഥ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തോട് ചേർന്നിട്ടുള്ളൊരു ജീവിതമാണ്. അവിടെയുണ്ട് യഥാർത്ഥ സ്വാതന്ത്ര്യമുണ്ട്. ഒറ്റയ്ക്കായിരിക്കുന്നത് നല്ലതല്ല എന്നാണ് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നീ ഏകനായിരിക്കുന്നത് നല്ലതല്ല. നീ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? അതൊരു പക്ഷേ തിന്മയിലേക്ക് അശുദ്ധിയിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അതിനർത്ഥം. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിന്ന് പെട്ടെന്ന് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഒത്തിരി സാക്രിഫൈസ് ഏറ്റെടുക്കേണ്ടി വരും. പിന്നെ ഒരു വ്യക്തിയെ ശ്രദ്ധിക്കാൻ ഒരാളുണ്ട്. ആ ഒരു വ്യക്തിയെ പാപത്തിലേക്കോ തിന്മയിലേക്കോ അശുദ്ധിയിലേക്കോ പോകാനായിട്ട് അനുവദിക്കാത്ത, അതിനുവേണ്ടി ആഗ്രഹിക്കാത്ത ഒരു പാർട്ട്ണറാണ് പിന്നെ കൂടെ വരുന്നത്, ഒരു പങ്കാളിയാണ് കൂടെ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പല സ്വാതന്ത്ര്യവും ഇല്ലാതായേക്കാം. യഥാർത്ഥമായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന ആത്മാവിന് രക്ഷയ്ക്കുതകുന്ന ഒരു സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഒറ്റപ്പെടുന്നത്, തനിച്ചാകുന്നത് നല്ലതല്ല എന്നാണ് സഭാപ്രസംഗം പഠിപ്പിക്കുന്നത്. സൂര്യന് കീഴിൽ ജീവിക്കുന്ന മനുഷ്യമക്കള് അവർക്ക് ജീവിക്കാൻ വേണ്ടുന്ന ജ്ഞാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സഭാപ്രസംഗകൻ 4-ാം അധ്യായം അതിൻ്റെ 9-ാം തിരുലിഖിതം മുതൽ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് പറഞ്ഞു തരുന്ന അതിമനോഹരമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. നീ ഏകനായിട്ട് ജീവിക്കുന്നത് നല്ലതല്ല എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ സഭാപ്രസംഗകൻ സംസാരിക്കുന്നത്. നമുക്ക് ഈ വചനം ഒന്ന് വായിച്ചു കേൾക്കാം. 2 പേർ ഒരാളേക്കാൾ മെച്ചമാണ്, കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായിട്ട് അധ്വാനിക്കാൻ കഴിയും. അവരിൽ ഒരുവൻ വീണാൽ അവരന് താങ്ങാൻ കഴിയും. ഒറ്റയ്ക്കായിരിക്കുന്നവൻ വീണാൽ താങ്ങാൻ ആരുമില്ല, അവന്റെ കാര്യം കഷ്ടമാണ്. 2 പേർ ഒരുമിച്ച് കിടന്നാൽ ചൂട് കിട്ടും, തനിച്ചായാൽ എങ്ങനെ ചൂട് കിട്ടും? അപ്പോൾ ഒരു മനുഷ്യന് ജീവിതത്തിൽ വേണ്ടുന്ന ആ സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ, ആ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ചൂട്, ആ താങ്ങും തണലും സംരക്ഷണം ഒക്കെ ലഭിക്കുന്നത് ഒരു വ്യക്തി കൂടെ ഉണ്ടാകുമ്പോഴാണ് എന്നാണ് വചനം പറയുന്നത്. അതിനുശേഷം വചനം പറയാണ്, ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം, 2 പേരാണെങ്കിൽ ചെറുക്കാൻ കഴിയും, മുപ്പിരി ചരട് വേഗം പൊട്ടുകയില്ല. അതെ, വിവാഹം കഴിക്കുന്നതിലൂടെ 2 വ്യക്തികൾ ഒന്നാകുന്നത് കർത്താവിൻ്റെ സാന്നിധ്യത്തിലാണ്. കർത്താവാണ് അവരെ ഒന്നാക്കുന്നത്. അപ്പോൾ അവിടെ ആ മുപ്പിരി ചരട്, പ്രിയപ്പെട്ടവരെ, ഒരു വലിയ സംരക്ഷണമാണ്. അതിനെ പൊട്ടിക്കാൻ, അതിനെ ഇല്ലാതാക്കാനായിട്ട് ആർക്കും സാധിക്കില്ല. അപ്പോൾ വിവാഹം എന്ന് പറയുന്നത് കർത്താവ് നൽകുന്ന വലിയൊരു അനുഗ്രഹ സംരക്ഷണത്തിൻ്റെ ഒരു കൂട്ടാണ്. ഒരു വിവാഹം കഴിക്കുന്നത് ശരിക്കും ഒരു ജ്ഞാനത്തിൽ ജീവിക്കുന്നതിന് തുല്യമാണ്. പ്രിയപ്പെട്ടവരെ, വിവാഹം കഴിക്കാൻ പ്രായമായിട്ടും കുടുംബങ്ങളിൽ വിവാഹം വേണ്ടാന്ന് പറയുന്നവരുണ്ടാകാം, അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങൾ അനുഭവിക്കുന്നവരും ഉണ്ടാകാം. ഇവരെല്ലാം നമുക്ക് കർത്താവിൻ്റെ മുൻപിലേക്കൊന്ന് സമർപ്പിച്ചുകൊണ്ട്, ആ കർത്താവിൻ്റെ ആശീർവാദത്തിൻ്റെ കീഴിലേക്കൊന്ന് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട്
നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ ആശീർവാദം അവരുടെ ജീവിതത്തിൽ അവരനുഭവിക്കുന്ന എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റുന്നതിന് ഒരു കാരണമായിട്ട് ഭവിക്കട്ടെ. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം.